നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF കൊരട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഞ്ഞപ്ര ചന്ദ്രപുര കവലയിൽ നിന്ന് അങ്കമാലിയിലേക്ക് സ്ഥാനാർത്ഥി സാജു പോളിന്റെ പ്രഭാത നടത്തം. ഇരട്ട സഹോദരിമാർക്ക് വരണ്യമാല്യം ചാർത്തി ഇരട്ട സഹോദരങ്ങൾ. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഏപ്രിൽ 1 മുതൽ ഓൺലൈൻ ഇടപാടുകളിൽ മാറ്റം. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചുകയറി സ്വർണ്ണവില. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ആശുപത്രിയിൽ. വാർത്തകൾ വിശദമായി. UDF കൊരട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ പൗലോസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VO പൈലപ്പൻ, AB ജോർജ്, ലീല സുബ്രഹ്മണ്യൻ, MT ഡേവിസ്, ഫിൻസു തങ്കച്ചൻ, TP സുധീർ എന്നിവർ പ്രസംഗിച്ചു. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം കട്ടുപിടിച്ച അഴിമതി ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് തീരാ ദുരിതത്തിലേക്ക് നയിച്ച, ഇതുപോലെ ധിക്കാരവും ധാർഷ്ട്യവുമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാനായിട്ട് പോകുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നടക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം UDFന്റെ സ്ഥാനാർത്ഥികൾ MP-മാരായി ജയിച്ച് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറിയത്. നമുക്കറിയാം, ജനങ്ങൾ വലിയ തിരിച്ചടി ഗവൺമെന്റിന് കൊടുത്തു. തെറ്റുതിരുത്താൻ നിരവധി അവസരങ്ങൾ കൊടുത്തു. പാഠം പഠിക്കാത്ത, അതിൽ നിന്നൊന്നും തെറ്റുതിരുത്താൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റാണ്, അല്ലെങ്കിൽ ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്ന KSUവിന്റെ ജില്ലാ കമ്മിറ്റിയിലെ പ്രകടനത്തിൽ പങ്കെടുക്കേണ്ടായി. അന്ന് ആ പ്രകടന ശേഷം ആശുപത്രിയിൽ വെച്ചാണ് സനീഷിനെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിക്രൂരമായ രീതിയിൽ
ഒരു കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി SFIയുടെ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടിന്റെ പേരിൽ സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് മർദ്ദനമേറ്റ് കിടക്കുന്ന സനീഷ് ഞാൻ കണ്ടിട്ടുണ്ട്. തുടർന്ന് എത്രയോ വർഷക്കാലം കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ദീർഘവർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനാ സമരങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ പോരാടുന്ന ഒരു പോരാളിയായി പ്രിയങ്കരനായ സനീഷ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള KSUവിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരൊക്കെ അക്കാലത്ത് നിരന്തരമായി കാണുന്ന കാഴ്ചയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി കമ്മിറ്റി സനീഷ് കുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ്റ്ററേറ്റിന്റെ ചൊവ്വാഴ്ചയിലെ പ്രചരണത്തിന് തുടക്കം മാർക്കറ്റിൽ നിന്നായിരുന്നു. മത്സ്യ മാംസ മാർക്കറ്റ് തൊഴിലാളികൾ, കച്ചവടക്കാർ എന്നിവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് ചാലക്കുടി ഗായത്രി ആശ്രമത്തിലെത്തി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയുടെ അനുഗ്രഹം വാങ്ങി. തുടർന്ന് ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച സ്വാമി സച്ചിദാനന്ദയെ പൊന്നാട അണിയിച്ചു. സ്വാമി തിരിച്ച് സ്ഥാനാർത്ഥിയും ഷോൾ അണിയിച്ചു. പിന്നീട് ഷഷ്ടി ആഘോഷം നടക്കുന്ന കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഭക്തജനങ്ങളെ കണ്ടു. കൊന്നക്കുഴിയിലെ സ്വാമി ഉദയ് ചൈതന്യ ആശ്രമം, മോതിരക്കണ്ണിയിലെ അമ്മമഠം, കരുണാലയം, കുറ്റിച്ചിറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളി, നായിരങ്ങാടി, കോരങ്ങത്ത് ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. മഞ്ഞപ്ര ചന്ദ്രപുര കവലയിൽ നിന്ന് അങ്കമാലിയിലേക്ക് സ്ഥാനാർത്ഥി സാജു പോളിന്റെ പ്രഭാത നടത്തം. രാവിലെ 6 മണിക്ക് മുന്നണി സഹപ്രവർത്തകർക്കൊപ്പം ആരംഭിച്ച നടത്തം 8:30 അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. യാത്രക്കിടയിൽ പൊതുജനങ്ങളുമായി സ്നേഹസംവാദങ്ങളും ചർച്ചകളും നടത്തി. അങ്കമാലി മേഖലയിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളും വികസന സാധ്യതകളും ചർച്ചാ വിഷയമായി. KSRTC സ്റ്റാൻഡിൽ യാത്ര എത്തിയപ്പോൾ അവിടെ കൂടിയ വിവിധ വിഭാഗം ആളുകളുമൊത്ത് കോഫി വിത്ത് സാജു പോൾ കൂട്ടായ്മ നടന്നു. അവിടെയുണ്ടായിരുന്ന യാത്രക്കാർ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ എന്നിവർ പങ്കാളികളായി. അങ്കമാലിയുടെ സമഗ്ര വികസനം, ബൈപ്പാസ്, ടൂറിസം വികസനം, അങ്കമാലിയിലെയും കാലടിയിലെയും ഗതാഗത കുരുക്ക്, ശബരി റെയിൽവേ, എയർപോർട്ട്, അനുബന്ധ വികസനങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പങ്കെടുത്തവർ സ്ഥാനാർത്ഥിയോട് ആശയങ്ങൾ പങ്കുവച്ചു. ഞങ്ങളൊക്കെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നപ്പോൾ മനുഷ്യക്കോട്ടയും മനുഷ്യച്ചങ്ങലയും എല്ലാം സംഘടിപ്പിക്കുമ്പോൾ പ്രഭാതപേരി എന്ന നൂതനമായ വേറിട്ട ഒരു പ്രചരണ പരിപാടി അതിരാവിലെ സമയത്ത് മുദ്രാവാക്യമെല്ലാം മുഴക്കി ഗാനങ്ങളെല്ലാം ആലപിച്ച് വീടുകൾക്ക് മുമ്പിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന പരിപാടികൾ നടത്താറുണ്ട്. അതിന് സമാനമായ ഇന്ന് അങ്കമാലിയുടെ ഹൃദയഭൂമിയിലൂടെ എന്ന് പറയാം ഏറ്റവും ആകർഷകമായി നമ്മുടെ സഹോദരിമാരോടൊപ്പം പങ്കെടുത്ത ഈ പ്രഭാത നടത്തം ഇവിടെ അങ്കമാലിയുടെ വികസന കാലഘട്ടത്തിലെ നാഴികക്കല്ലെന്ന് പറയാവുന്ന അല്ലേ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നപ്പോൾ യാഥാർത്ഥ്യമാക്കിയ
ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നാം ഒത്തുകൂടിയിട്ടുള്ളപ്പോൾ വളരെ വളരെ സന്തോഷം. നമുക്ക് ഇന്നുള്ള അങ്കമാലിയുടെ വികസന സ്തംഭനാവസ്ഥയ്ക്ക് ഒരു പ്രതിവിധി കാണുന്നതിനുള്ള പ്രവർത്തനം. സംസ്ഥാനത്ത് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായി വിൽസൺ കല്ലൻ നിയോഗിക്കപ്പെട്ടതായി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതിരഹിതമായ വികസന പ്രവർത്തനത്തിലൂടെയും നികുതി വർദ്ധിപ്പിക്കാതെയും സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയുമുള്ള മികച്ച ഭരണമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ആം ആദ്മിക്ക് 3ാം സ്ഥാനമുണ്ട്. വിൽസൺ കല്ലന് ചൂൽ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച് സംസ്ഥാനത്ത് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കണം എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സാജൻ പടിക്കല, വിൽസൺ കല്ലൻ, പൗലോസ് ആലപ്പാട്ട്, ജോണി കുരിശ്ശേരി, പാലി ഉപ്പുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ 3ാമത്തെ ദേശീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരവസരം കിട്ടിയത് വളരെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. കാരണം പലരും അത്തള പിത്തള തവളാച്ചി വിളിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ജനാധിപത്യ വിശ്വാസികളെ മണ്ടന്മാരാക്കുന്ന ഈ സാഹചര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സ്വരാജ് ഈ രാജ്യത്ത് നടപ്പാക്കണം, അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആശയവുമായിട്ട് പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടി ചാലക്കുടിയിൽ വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടിയുടെ മുഖച്ഛായ മാറ്റാവുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം, സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കും എന്നുള്ളത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം. നമുക്കറിയാം, ഇവിടെ 3 മുന്നണി മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ധ്വനിയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ 7 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 7 സ്ഥാനാർത്ഥികളിൽ 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ദേശീയ മുന്നണിയിൽ അല്ലെങ്കിൽ ദേശീയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികൾ. 1 സ്ഥാനാർത്ഥി മാത്രമാണ് സംസ്ഥാന തലത്തിൽ അംഗീകൃതമുള്ളൂ. മറ്റുള്ളവരെല്ലാം പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന സ്വതന്ത്രരോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള പാർട്ടികളോ മാത്രമാണ്. അപ്പോൾ ഈ ദേശീയ പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലാകെ 6 ദേശീയ പാർട്ടികളേ ഉള്ളൂ. അതിൽ 3ാമത്തെ ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. വളർന്നുകൊണ്ടിരിക്കുന്ന 10 വർഷം കൊണ്ട് ദേശീയ അംഗീകാരം ലഭിച്ച ഒരു പാർട്ടിയാണ്. പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും ഗോവയിലും മാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാർട്ടി പെട്ടെന്ന് വളർന്ന് ജനങ്ങൾക്ക് സേവനം നൽകി ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത്. നിങ്ങൾക്കറിയാം, ഡൽഹിയിലെ ആൾക്കാർ അനുഭവിക്കുന്ന സുഖം, അവർക്ക് വിദ്യാഭ്യാസം. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലാണ് സോണിയയെ പ്രവേശിപ്പിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയയ്ക്കൊപ്പമുണ്ട്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ പരിശോധനകൾ ഡോക്ടർമാരുടെ സംഘം നടത്തിവരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ശ്വാസതടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിലും സോണിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശ്വാസതടസ്സവും ചുമയും കാരണമാണ് അന്ന് സോണിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജനുവരി 5-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോണിയ 11-ന് ഡിസ്ചാർജ് ആയിരുന്നു. ഇരട്ട സഹോദരിമാർക്ക് വരണ്യമാല്യം ചേർത്ത് ഇരട്ട സഹോദരങ്ങൾ. ഇരട്ട സഹോദരിമാരായ കൊടകര മനക്കുളങ്ങര സ്വദേശികളായ അഞ്ജലിക്കും അഞ്ജിതയ്ക്കും വരന്മാരായി എത്തിയത് ഇരട്ട സഹോദരന്മാരായ അനീഷും അനൂപും. മനക്കുളങ്ങര നാരായണത്തോട്ടത്തിൽ ശോഭനന്റെയും സുനിതയുടെയും മക്കളാണ് അഞ്ജലിയും അഞ്ജിതയും. സഹോദരിമാർ ഇരുവരും കൊരട്ടി ടെക്നോ പാർക്കിൽ ഉദ്യോഗസ്ഥരാണ്. അനീഷും അനൂപും മുംബൈയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഇരുവരും വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ്. പീച്ചിക്കടുത്ത് കണ്ണാറ കടയത്ത് വീട്ടിൽ വാസുവിന്റെയും വത്സലയുടെയും മക്കളാണ് അനീഷും അനൂപും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നലെ രാവിലെ 6:30 ഇരുവരുടെയും താലിചാർത്തൽ. വിവാഹ സൽക്കാരം നെല്ലായി കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിലും. വരന്മാരുടെ കുടുംബം മുംബൈയിൽ സ്ഥിര താമസമാണ്. വാസു മുംബൈയിൽ വ്യവസായ സ്ഥാപനം നടത്തുന്നു. വത്സല മുംബൈയിൽ അധ്യാപികയാണ്. അഞ്ജലിയുടെയും അഞ്ജിതയുടെയും പിതാവ് ശോഭനൻ കൊടകരയിൽ ടെക്സ്റ്റൈൽസ് വ്യാപാരിയും മാതാവ് സുനിത കുടുംബിനിയുമാണ്. ഒറ്റ നോട്ടത്തിൽ അനീഷും അനൂപും മാറിപ്പോവും. എന്നാൽ അഞ്ജലിയെയും അഞ്ജിതയെയും കണ്ടാൽ ചെറിയ വ്യത്യാസം തോന്നും. ഇരട്ടകളായ മക്കൾക്ക് ഇരട്ട സഹോദരങ്ങളെ വരന്മാരായി ലഭിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു വിവാഹാലോചനകൾ ആരംഭിച്ചതെന്നും ഒടുവിൽ ഏജൻസി വഴിയാണ് ഈ ആലോചന എത്തിയതെന്നും ശോഭനൻ പറഞ്ഞു. നമ്മള് ഇരട്ടകളെ നോക്കി ആദ്യം നടന്നിരുന്നു.
പിന്നീട് അത് ശരിയായില്ല. പിന്നീട് നമുക്ക് എത്രകൾ തന്നെ കിട്ടണമെന്നൊരു ഇതായിരുന്നു. പിന്നെ കിട്ടി. അവരിപ്പോൾ രണ്ടുപേരും കൊച്ചി, നമ്മുടെ മക്കൾ രണ്ടുപേരും കൊച്ചി ഇൻഫോ പാർക്കിലാണ് ജോലി. 2 വർഷമായിട്ട് അവിടെ തന്നെയാണ്. ചെക്കന്മാർ രണ്ടുപേരും നമ്മുടെ ടീച്ചി കണ്ണാറ ഭാഗം അവിടെ ജോലി ചെയ്യുന്നത്. ബോംബെ സെറ്റിലാണ്. ബോംബെയിലാണ് രണ്ടുപേർക്കും ജോലി. രണ്ടാളും 2 കമ്പനിയിലാണ്. അവർ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അച്ഛനമ്മയും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനമ്മയും നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളില്ല. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് കാര്യങ്ങൾ ഒത്തു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാട്രിമോണി വഴിയാണ് നമുക്ക് കിട്ടിയത്. എത്രകൾ തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം പിടിച്ചാലും നമുക്കത് തന്നെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഏപ്രിൽ 1 മുതൽ ഓൺലൈൻ ഇടപാടുകളിൽ മാറ്റം. പുതിയ RBI ചട്ടമനുസരിച്ചാണ് മാറ്റം വരുന്നത്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായി കർശനമായ ഓതന്റിക്കേഷൻ വ്യവസ്ഥകളാണ് നടപ്പാകാൻ പോകുന്നത്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആവാസ വ്യവസ്ഥയിലാണ് പുതിയ സുരക്ഷാ നവീകരണം വരുന്നത്. റോഡരികിലെ ചായക്കടകൾ മുതൽ വലിയ റീറ്റെയിൽ പർച്ചേസ് വരെയുള്ള ദൈനംദിന പണമിടപാടുകൾ QR കോഡുകളിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇത്തരം ഇടപാടുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പുതിയ വ്യവസ്ഥ RBI കൊണ്ടുവന്നത്. ഇടപാടുകളെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് RBI സ്വീകരിച്ചത്. 2 ഫാക്ടർ ഓതന്റിക്കേഷൻ കൂടുതൽ ശക്തമാക്കിയും ഡൈനാമിക് സുരക്ഷാ പാളികൾ അവതരിപ്പിച്ചുമാണ് ഇത് നടപ്പാക്കുന്നത്. സിസ്റ്റം പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തം ബാങ്കുകളിലേക്ക് മാറ്റും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഓൺലൈൻ ഇടപാടുകൾക്ക് ഒരൊറ്റ OTP എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. പേയ്മെന്റുകൾ കുറഞ്ഞത് 2 ഓതന്റിക്കേഷനെങ്കിലും വിധേയമാകണം. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചുകയറി സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് 2760 രൂപയാണ് വർദ്ധിച്ചത്. 1,07,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 345 രൂപയാണ് വർദ്ധിച്ചത്. 13,445 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. പിന്നീടുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് 23-ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി സ്വർണ്ണവില. 3 ആഴ്ചയ്ക്കിടെ ഏകദേശം 27,000 രൂപയാണ് കുറഞ്ഞത്. എന്നാൽ ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ തുടങ്ങിയതോടെ നഷ്ടപ്പെട്ട ഉയരങ്ങൾ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് സ്വർണ്ണവില. 2 ദിവസത്തിനിടെ ഏകദേശം 8,000 രൂപയാണ് വർദ്ധിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ചർച്ച ആരംഭിച്ചതായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്നാണ് എണ്ണവില കുറയാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്ന് കുതിക്കാൻ കാരണം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ഹരിദ്വാറിലെ അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ നേതൃത്വത്തിൽ ആനന്ദപുരത്ത് ഗായത്രി മഹായജ്ഞം ഞായറാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മോസ് വൈദ്യരാജ് ഔഷധശാല കോമ്പൗണ്ടിൽ രാവിലെ 9 മുതലാണ് മഹായജ്ഞം ആരംഭിക്കുക. സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ്, ശബരിമല മുൻ മേൽശാന്തിമാരായ ജയരാജ് നമ്പൂതിരി, എഴിക്കോട് ശശി നമ്പൂതിരി, അഴകം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗുരുവായൂർ മുൻ മേൽശാന്തി EK ഹരിനാരായണ നമ്പൂതിരി, സ്വാമി യോഗി മഹേശ്വരാനന്ദ, അഷ്ടവൈദ്യൻ ET ദിവാകരൻ മൂസ്, ഗുരുവായൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് EK വിജയൻ എന്നിവരെ യജ്ഞവേദിയിൽ ആദരിക്കും. മനുഷ്യന്റെ ജീവശക്തി, സഹനശക്തി, രോഗപ്രതിരോധ ശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നതിന് യജ്ഞം ഉപകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈദ്യരാജ് ഔഷധശാല മാനേജിംഗ് പാർട്ണർ ഡോക്ടർ KS കൊച്ചുമോൻ, ഗായത്രി പരിവാർ സംഘാംഗം VS ജോഷി, വൈദ്യരാജ് ഔഷധശാല മാനേജർ M ജയകുമാർ, ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് മാനേജർ രാമൻ എന്നിവർ പങ്കെടുത്തു. അഖില വിശ്വ ഗായത്രി പരിവാർ ശാന്തി കുഞ്ച് ഹരിദ്വാറിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദപുരത്ത് ആദ്യമായി 24 കൊണ്ട് ഗായത്രി മഹായജ്ഞം വൈദ്യരാജ ഔഷധശാലയിൽ. പിന്നെ 29-ാം തീയതി നടക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. 29-ാം തീയതി മാർച്ച് 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വേദി അഷ്ടവൈദ്യൻ തൈക്കാട്ട് മോസ് വൈദ്യരാജ ഔഷധശാല. നമ്മുടെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണോ അങ്ങനെ സംഭവം? കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിന് നടത്തുന്നത്.
ഇതാണ് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിൽ നടത്തുന്നത്. ഈ ഇത് അമ്പലങ്ങളിലാണ് സാധാരണ നടത്തുക. എന്താണ് ഇതിന്റെ ഒരു ഗുണം? അതായത് ഇപ്പൊ സ്ഥാപനത്തിൽ നടത്തിയ ഇതില് ഈ യജ്ഞത്തിൽ വെച്ചിട്ട് നമ്മള് ഇത് ഗായത്രി സദ്ബുദ്ധിയുടെ ദുർബുദ്ധി മറ്റു സദ്ബുദ്ധി എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടിയാണ് ഗായത്രി സാധാരണ ചൊല്ലാറ്. പിന്നെ ഗായത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വേദങ്ങളുടെ അമ്മയാണ്. അതിൽ സദ്ബുദ്ധി തരുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. അപ്പൊ ഈ ഇപ്പൊ അവിടെ ദുർബുദ്ധി മാറ്റി ആൾക്കാരുടെ ഇടയിൽ ദുർബുദ്ധി മാറ്റി നല്ല ചിന്താഗതി വരാൻ വേണ്ടിയാണ് ഇതിന്റെ ഉദ്ദേശം. മാത്രമല്ല ഇത് അറ്റ്മോസ്ഫിയർ ശുദ്ധീകരിക്കും. ഇതിന്റെ സയന്റിഫിക് ഗുണം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തണ്ണീർക്കുമ്പിൽ എന്ന പേരിൽ സൗജന്യ സംഭാര വിതരണം നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജോസ് ചുള്ളിയാടൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഇൻചാർജ് ടി വി അനിൽകുമാർ, ജില്ലാ വിഭാഗം കോർഡിനേറ്റർ വേണു വെള്ളാങ്കല്ലൂർ, ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ ഇന്ദു ഷൺമുഖൻ, ടോൾജി തോമസ്, സി ഡി രാജു, ഷാജു ലെൻസ്മാൻ, ജോയ് കല്ലിങ്ങൽ, സിജി ബാബു, ട്രീസ സിമി, ബിനു ശിവറാം എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF കൊരട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഞ്ഞപ്ര ചന്ദ്രപുര കവലയിൽ നിന്ന് അങ്കമാലിയിലേക്ക് സ്ഥാനാർത്ഥി സാജു പോളിന്റെ പ്രഭാത നടത്തം. ഇരട്ട സഹോദരിമാർക്ക് വരണ്യമാല്യം ചാർത്തി ഇരട്ട സഹോദരങ്ങൾ. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ഏപ്രിൽ 1 മുതൽ ഓൺലൈൻ ഇടപാടുകളിൽ മാറ്റം. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചുകയറി സ്വർണ്ണവില. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ആശുപത്രിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.